മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസിന് ഇതുവരെ സാധിക്കാത്തതിനെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അതായത് സുപ്രഭാതത്തിൽ പറയുന്നുണ്ട്, അതായത് ജനങ്ങളുടെ ജനവിധി ഉണ്ടല്ലോ, ജനങ്ങളാണല്ലോ ജയിപ്പിച്ചു വിട്ടത്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ഭയങ്കരമായിട്ട് അപമാനിക്കുന്ന രീതിയിലും അവരുടെ ആ ഒരു ജനവിധി, അവർ കൊടുത്ത ആ ഒരു ജനവിധിയെ തീരെ മാനിക്കാത്ത രീതിയിലുള്ള കോൺഗ്രസിന്റെ ഈ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു മുഖപത്രമാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുള്ളത്. സത്യത്തില് ശരിയല്ലേ സമസ്ത പറയുന്നത്? കാര്യം ഇവിടെ സമസ്ത അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മേടിച്ചുകൊണ്ട് അധികാരത്തിൽ കയറുന്നു. ന്യൂനപക്ഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശക്തമായ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം ഇവിടെ കേരളത്തിൽ ഇത്തവണ നടന്നിട്ടുണ്ട്. നമ്മൾ ഇടതുപക്ഷത്തിന് വിരുദ്ധമായി അങ്ങനെ ഒരു ധ്രുവീകരണം നടന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചില ഭൗതിക സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായി. ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഇഷ്യൂ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എടുക്കാം. പിന്നെ തന്നെയുമല്ല, ഇവിടെ സംഘപരിവാറുമായി CPM ഒരു ഡീൽ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നടക്കമുള്ള പരാമർശങ്ങളൊക്കെ ലക്ഷ്യം കണ്ടു എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും വർഗീയമായി ധ്രുവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും എല്ലാം കൂടെ ചേർന്ന് നോക്കുമ്പോൾ ഇവിടെ കൃത്യമായി ഒരു വോട്ട്, ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDF തന്നെ ഇത്തവണ എത്തപ്പെട്ടു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിനെക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ രീതി എല്ലാം കൂടെ പരിശോധിച്ച് നോക്കുമ്പോഴും പിന്നീട് ഇവർക്കെല്ലാം വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു സർക്കാർ അധികാരത്തിൽ കയറാൻ ഇനി അധികകാലം വേണ്ട. കാര്യം 102 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് കയറാൻ എടുക്കുന്ന സാഹചര്യം പിന്നെ ജനങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. കാര്യം 10 വർഷം ഒരു മുന്നണി ഭരിച്ച് ആ മുന്നണിയോടുള്ള ഇഷ്ടക്കേട് കാരണം അല്ലെങ്കിൽ വെറുപ്പ് കാരണം, ഇഷ്ടക്കേടെന്ന് പറയുന്നതിനേക്കാൾ നല്ല വെറുപ്പെന്ന് പറയുന്നത് നല്ലത്, വെറുപ്പ് കാരണം ആ മുന്നണിയെ ഒരു മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ അതിൻ്റെ ഉരുക്കുകോട്ടകളിൽ പോലും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഏകദേശം വെറും 35 സീറ്റ് മാത്രം LDF എന്ന് പറയുന്നൊരു മുന്നണിക്ക് നൽകിക്കൊണ്ടാണ് UDF അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ജനങ്ങളൊരു മാറ്റം ആഗ്രഹിച്ചിരുന്നു. ഇപ്പം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണെങ്കിലും ചിരിക്കാത്ത മുഖ്യമന്ത്രി ആണെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇവിടെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിച്ചതിൻ്റെ ഒരു പരിണിത ഫലമായി തന്നെയാണ് ശരിക്കും UDF അധികാരത്തിലേക്ക് വരുന്നത്. അപ്പം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയരാൻ UDF എന്ന് പറയുന്ന ഒരു മുന്നണിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഒരുപാട് എന്താ പറയുക, വാഗ്ദാനങ്ങൾ, നിരവധി വാഗ്ദാനങ്ങൾ. ഈ പറയുന്ന പോലെ പിന്നെ 21,000 രൂപ ആശമാർക്ക് ഓണറേറിയം, 3,000 രൂപ ക്ഷേമ പെൻഷൻ, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നടക്കമുള്ള നിരവധി മോഹിപ്പിക്കുന്ന സുന്ദര വാഗ്ദാനങ്ങളും ഒക്കെ ആയിട്ടാണ് UDF. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ വിചാരിച്ചു ഇതൊക്കെ UDF സർക്കാർ ഞങ്ങൾക്ക് തരും എന്ന് കരുതിയിരുന്നു. അപ്പോൾ ഈ ഒരു പ്രതീക്ഷയിലാണ് ജനങ്ങൾ വിജയിപ്പിച്ചത്. എന്നാൽ നോക്കൂ, 4-ാം തീയതി റിസൾട്ട് വരുന്നു. 4-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം ഇന്ന് 8 ദിവസങ്ങൾ പിന്നിടുന്നു. 8 ദിവസങ്ങൾ പിന്നിട്ടിട്ട് കൂടി അവരാദ്യം പറഞ്ഞു ഞങ്ങൾക്ക് റിസൾട്ട് വന്ന് ഞങ്ങൾ അധികാരത്തിൽ കയറിയ ഞങ്ങൾ മിനിറ്റുകൾക്കകം അല്ലെ മണിക്കൂറുകൾക്കകം ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത്. എന്നിട്ട് മിനിറ്റുകൾ കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിയുന്നു, ആഴ്ചയും കഴിഞ്ഞു. എന്നിട്ട് കൂടി അവർക്ക് ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിനതിൽ ഏറ്റവും ദയനീയമായ ഒരു കാര്യം. തന്നെയല്ല, മുഖ്യമന്ത്രിക്ക് അർഹരായിട്ട് ഒരുപാടുണ്ടാവും. ഈ പറയുന്നതുപോലെ പലർക്കും അതിനകത്ത് അർഹതയുണ്ടാവും മുഖ്യമന്ത്രിയാകാൻ. കാര്യം ഞങ്ങൾ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വലിയ നേതാക്കന്മാരുള്ള പാർട്ടിയാണ്, ശരി തന്നെയാണ്. പക്ഷേ അതിൽ ഒരാൾക്കല്ലേ അവസരം ഉണ്ടാവുള്ളൂ. 3 പേർക്കും കൂടെ ബെഞ്ച് വലിച്ചിട്ട് കൊടുത്ത് അവരെ ഇരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ ഇവർക്ക് ഏതെങ്കിലും ഒരാൾക്ക് വിട്ടുവീഴ്ച മനോഭാവമാണല്ലോ എപ്പോഴും ഈ അധികാരത്തിൽ നിലനിർത്തുക. വിട്ടുവീഴ്ച മനോഭാവം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അപ്പോൾ KC ആവണമെന്നുണ്ടെങ്കിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല പറയും ശരി നിങ്ങൾ ആയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ തങ്ങൾക്ക് അധികാരം കിട്ടുക അല്ലെങ്കിൽ വ്യക്തിപരമായി തങ്ങൾക്ക് നേട്ടമുണ്ടാകുക എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഒരു ജനതയുടെ വികാരം മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. എന്തിനാണ് ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചത് എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടാവണം. ആ ബോധ്യമില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവരെ ജയിപ്പിച്ചു, കാര്യം ശരിയാണ്, അധികാരത്തിലേക്ക് വിട്ടു, അപ്പോഴും അവിടെ പോയി തല്ലി നടക്കുകയാണ്. ഒരു പക്ഷേ നമുക്കറിയാം പപ്പടവും ലേസും അതിൻ്റെ ലഹളയ്ക്കാണ് കൊല്ലമാണ് ബെസ്റ്റെങ്കിൽ സാമ്പാർ ലഹളയ്ക്ക് ഹരിപ്പാടാണ് ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളും ഓരോ ലഹളയ്ക്ക് ബെസ്റ്റാണ് എന്ന് പറയുന്ന പോലെ മുഖ്യമന്ത്രി ലഹളയ്ക്ക് ഏറ്റവും നല്ലത് കേരളമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ദേശീയ തലത്തിൽ നിന്ന് പോലും പലയിടങ്ങളിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ അവിടെ അധികാരമേറ്റു. നമ്മളെ വേറെ അടുത്ത ബംഗാളിൽ അടുത്ത ഒരാൾ അധികാരമേറ്റു, തമിഴ്നാട്ടിൽ അധികാരമേറ്റു. അപ്പോൾ ഇവരെല്ലാം അധികാരമേറ്റു കഴിഞ്ഞു.
അതേപോലെ തെരഞ്ഞെടുപ്പ് നടക്കുകയും വോട്ടെണ്ണൽ കഴിയുകയും ചെയ്ത കേരളത്തിൽ ഇതുവരെ ആയിട്ടില്ല. അതാണ് രസകരമായ ഒരു കാര്യം. അപ്പം അവർ പറയുന്നത് ഡിലേ വന്നിട്ടില്ല. ഇതിന് മുമ്പുണ്ടായിരുന്ന കാലതാമസം അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇതൊന്നും ഒരു കാലതാമസമേ അല്ല എന്നാണ് സണ്ണി വക്കീൽ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരുടെ പറച്ചിൽ. എന്ത് തന്നെയാണെങ്കിലും ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നാണക്കേട് തന്നെയാണ്. പൊതുജനത്തെ സംബന്ധിച്ച് അവരുടെ മുന്നിലേക്ക് വേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് കഴിയുക, റിസൾട്ട് വരുന്നു, ആ റിസൾട്ടിന് ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നത്. ഏപ്രിൽ മാസം 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കഴിഞ്ഞ ഒരു മാസം ഉണ്ടായിരുന്നു വോട്ടെണ്ണൽ വരെ. ഈ വോട്ടെണ്ണൽ വരെ ഈ ഒരു മാസം സമയം കൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഒരു സമവായത്തിൽ എത്താൻ കഴിയാതെ പോകുന്നത്? അതിന് അടിയല്ലായിരുന്നു, ഫ്ലെക്സ് ഉണ്ടാക്കണമായിരുന്നു, പാട്ടുണ്ടാക്കണമായിരുന്നു, ഡോക്യുമെന്ററി ഉണ്ടാക്കണമായിരുന്നു, അതിനൊക്കെ സമയം വേണ്ടി വരും. അപ്പം സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയാം? സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു മാസം സമയം, റിസൾട്ട് അറിയാൻ വേണ്ടി ഒരു മാസം സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഭൂരിപക്ഷം കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു ഉറപ്പുണ്ടാവുമല്ലോ. സതീശിനെ സംബന്ധിച്ച് സതീശിന് ഉറപ്പുണ്ടായിരുന്നു ഭൂരിപക്ഷം കിട്ടും. കാര്യം സതീശൻ നടത്തിയിട്ടുള്ള ഡീലിംഗ് ആ തരത്തിലായിരുന്നു. 100 സീറ്റ് ഉറപ്പായിട്ടും കിട്ടും എന്ന് പറയുന്ന ഒരു ഡീലുണ്ടല്ലോ. ആ ഡീലിൽ VD സതീശൻ നിന്നുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പറയാം, ഞങ്ങൾക്ക് ഭരണം കിട്ടും. ഭരണം കിട്ടുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? ആരാവണം മുഖ്യമന്ത്രി എന്നുള്ള ഒരു കാര്യം ചർച്ച ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് അതിനനുസരിച്ചായിരിക്കും നീക്കം നടത്തുക. ഇത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അടിയായിരിക്കും. വിദ്യ സൂചിപ്പിച്ച പോലെ പാട്ടുണ്ടാക്കണം, ഡോക്യുമെന്ററി ഉണ്ടാക്കണം, കഥകൾ ഉണ്ടാക്കണം, നോവൽ എഴുതണം എന്ന് പറയുന്ന പോലെ വലിയ വലിയ പരിപാടികളിലേക്ക് അവർ പോയി. എന്നിട്ടാണ് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു വിഷമവൃത്തത്തിൽ ആ സമസ്ത അടക്കമുള്ള എല്ലാവരും പ്രതികരിച്ചു തുടങ്ങുന്നേ. കേരളത്തിലുള്ള ഇപ്പൊ തന്നെ ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ കുട്ടികളുടെ SSLC കുട്ടികളുടെ റിസൾട്ട് വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്ന പോലെ ഇനിയിപ്പോൾ ക്ഷേമ പെൻഷൻ ഇവരെല്ലാം ഒരു ഇതാക്കിയിട്ട് വേണം 2000-3000 രൂപ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും മേടിക്കാൻ. ഇത് കൂടാതെ പിന്നെ 25 ലക്ഷം രൂപ പലരും ഇപ്പോൾ കാത്തിരിക്കുകയാണ് സർക്കാർ ഗവൺമെന്റ് ഈ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാര്യം എന്താ? ഉമ്മൻചാണ്ടി ആരോഗ്യ ഇതുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, ഉമ്മൻചാണ്ടി മെഡിക്കൽ ഇൻഷുറൻസ്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞ് 25 ലക്ഷം രൂപയുടെ ചികിത്സ അവിടെ ഹോസ്പിറ്റലിൽ നടക്കും. അപ്പൊ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പറ്റം ആൾക്കാർ ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. ഇത്രയധികം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയോ ലക്ഷം, 78 ലക്ഷം അങ്ങോട്ട് പറയുന്ന കുടുംബങ്ങളാണുള്ളത്. അപ്പൊ അവരുടെ പിന്നെ അവരെല്ലാം കാത്തിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ട്രീറ്റ് ചെയ്യാൻ. കാര്യം 25 ലക്ഷം പ്രതിവർഷം ഉണ്ട്, വെറുതെ അല്ല. 25 ലക്ഷം പ്രതിവർഷം ചികിത്സ എടുത്തൂടെ? അവര് കാത്തിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇവിടെ സ്ത്രീകളെല്ലാം കൂടെ KSRTC കയറാൻ വേണ്ടി പലരും ഇതെടുക്കുന്നില്ല. ഇപ്പം കാർഡ് പുതുക്കുന്നില്ല, അവരുടെ ടിക്കറ്റിന്റെ കാർഡ് പുതുക്കുന്നില്ല പലരും. കാര്യം പുതുക്കിയ നഷ്ടം വരും. കാര്യം സർക്കാർ അധികാരത്തിൽ കയറും. സർക്കാർ അധികാരത്തിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ഈ പുതുക്കിയ കാർഡ് നഷ്ടമാണ്. 3000 രൂപ വരെ ആവും കാർഡിന്. അപ്പൊ ആ 3000 രൂപ മുടക്കണ്ട. ഇപ്പൊ തൽക്കാലം ഒരു 10-15 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിൽ ബസ്സിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടം വരാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ 3000-ന് ചാർജ് ചെയ്തിട്ട് നഷ്ടം വരും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പോലെ അതുകൊണ്ട് പലരും കാർഡ് വരെ പുതുക്കുന്നില്ല. അപ്പൊ ഈ രീതിയിലെല്ലാം ജനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രതീക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെ തമ്മിലടി നടക്കുന്നത്. അപ്പൊ ഇത് സമസ്ത പറയുന്നത് ശരിയല്ലേ? അവരെ വിഡ്ഢികളാക്കുകയല്ലേ? ഈ വോട്ട് ചെയ്തവന്മാരെ പറ്റിക്കുന്ന പണിയല്ലേ അത്? അതൊരുമാതിരി ചതിയാണ്, കൊടും ചതിയാണ് എന്നൊക്കെ പറയേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ് സത്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്നെങ്കിലും പിന്നെ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും. പക്ഷേ വേറൊരു കാര്യം, എൻ്റെ ഒരു വീക്ഷണത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത് ആര് മുഖ്യമന്ത്രി ആയാലും അവർക്ക് മര്യാദയ്ക്ക് ഭരിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായ ഭിന്നതകളുണ്ട്. ഇനി KC ആയില്ലെങ്കിൽ തന്നെ KC പിന്നെ സ്വന്തം നോമിനി ആയിരിക്കും ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്, KPCCയിൽ കൊണ്ടുവരാൻ പോകുന്നത്. അവിടെ ഭരണ അവതാളത്തിലാവും. ഇനി VD ആണെങ്കിൽ VD പുറത്തു നിന്ന് പണിയും. VDക്ക് പുറത്തു നിന്ന് പണിയാൻ എക്സ്പീരിയൻസ് ഉണ്ട്, ഉമ്മൻചാണ്ടിക്കിട്ട് പണിയെടുത്തതല്ലേ. അപ്പൊ അങ്ങനെ പിന്നെ പുറത്തു നിന്ന് പണിയാനും അകത്ത് നിന്ന് പണിയാനും മന്ത്രിസഭയ്ക്ക് അകത്തിട്ട് ബോംബ് പൊട്ടിക്കാനും ഒക്കെ കഴിവുള്ള നല്ല ഒന്നാന്തരം ആൾക്കാർ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സർക്കാർ രൂപീകരണം ജനം കാത്തിരുന്ന് കാണേണ്ടി വരും. കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് കാത്തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ പറയാൻ.